ഗുരുവായൂർ എന്ന പേരിന് പിന്നിൽ കുരുവയൂർ എന്നായിരുന്നു ഗുരുവായൂരിൻ്റെ ആദ്യകാല നാമം. 14-ാം നൂറ്റാണ്ടിലെ കോക സന്ദേശത്തിൽ കുരുവയൂർ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടിലെ കോക സന്ദേശത്തിൽ തമിഴ് സ്വാധീനമുണ്ട്. തമിഴ് ഭാഷയിൽ ഗ, ക എന്നിവയ്ക്ക് ക എന്ന അക്ഷരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ കുരുവയൂർ ഗുരുവായൂർ ആയി മാറിയതെന്ന വാദം നിലനിൽക്കില്ലെന്നും വാദഗതികളുണ്ട്. മാത്രമല്ല, കുരുവക്കൂത്ത് എന്ന പുരാതന കലാരൂപം കേരളത്തിൽ അരങ്ങേറിയിരുന്നതായി വി.കെ. വാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരുവയൂർ എന്ന പേര് എങ്ങനെ വന്നതായിരിക്കാം? ഇത് ലോപിച്ച് ഗുരുവായൂർ എന്നായി മാറി. കേരളത്തിലെ മറ്റു കലാരൂപങ്ങൾക്ക് വ്യക്തമായ ചരിത്രം ലഭ്യമാണെന്നിരിക്കെ കുരുവക്കൂത്ത് എങ്ങനെ വിസ്മരിക്കപ്പെട്ടു എന്നും ചോദ്യമുയരുന്നുണ്ട്. ചരിത്രപരമായി പ്രാചീനത കൽപ്പിക്കാവുന്നതെല്ലാം ഗുരുവായൂർ അമ്പലം എന്ന ഐതിഹ്യം പറയാമെങ്കിലും AD 1638 ക്ഷേത്രചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഇത് പ്രകാരം AD 14-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. അതായത് ക്ഷേത്രത്തിന് 600 വർഷത്തോളം മാത്രമേ പഴക്കം ഉള്ളൂ. അപൂർവം ശിലാരേഖകൾ മാത്രമേ ക്ഷേത്രത്തെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ളൂ. സാമൂതിരിമാരുടെ ഒരേയൊരു ലിഖാശാസനം ഉള്ളതും ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്.